നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്ര ടെക്സ്റ്റ് ബുക്കിലെ ചെറിയൊരു ടോപ്പിക്കായ പല്ലുകളെക്കുറിച്ചാണ്. പല്ലുകളെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം അല്ലേ? അപ്പം പല്ലിൻ്റെ നെടുകെയുള്ളൊരു ഛേദത്തിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ്. പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ എന്ന് പറയുന്നത്. ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം പല്ലിൻ്റെ ഇനാമലാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് ആദ്യം ഉണ്ടായ പല്ലുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അല്ലേ? വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകൾ പാൽപ്പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത് എന്നറിയപ്പെടുന്നു. മുകളിലും താഴെയുമായി 10 വീതം ആകെ 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത്. അടുത്തതാണ് സ്ഥിരദന്തങ്ങൾ അഥവാ പെർമനൻ്റ് ടീത്ത് എന്ന് പറയുന്നത്. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞതിന് ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളെയാണ് നമ്മൾ സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ളത് വിവിധതരം പല്ലുകളുടെ ചിത്രീകരണമാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചർവണകം, അഗ്രചർവണകം, കോമ്പല്ല്, ഉളിപ്പല്ല് എന്നിവയാണവ. ഇവയിൽ ഓരോ പല്ലുകളുടെയും സ്ഥാനവും എണ്ണവും ഉപയോഗവുമാണ് പട്ടികപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത് പറയുന്നത് ഉളിപ്പല്ല്. മുൻവശത്ത് മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതമാണ് ഉളിപ്പല്ലുള്ളത്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാനാണ് ഇവ സഹായിക്കുന്നത്. കോമ്പല്ല് ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 2 പല്ലുകൾ വീതം കാണപ്പെടുന്നതാണ് കോമ്പല്ല് എന്ന് പറയുന്നത്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ ഇവ സഹായിക്കുന്നു. അഗ്രചർവണകം കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതം കാണപ്പെടുന്നതാണ് അഗ്രചർവണകം എന്ന് പറയുന്നത്. ഇവ ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ചർവണകം മുകളിലും താഴെയുമായി 6 പല്ലുകൾ വീതം കാണപ്പെടുന്നു. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവ സഹായിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പല്ലുകളെക്കുറിച്ചും വിവിധതരം പല്ലുകളെക്കുറിച്ചും അവയുടെ ക്രമീകരണങ്ങളും ഉപയോഗങ്ങളെക്കുറിച്ചാണ്. താങ്ക് യു.